മമ്മൂക്ക സെറ്റ്സിലുണ്ടായിരുന്നല്ലോ. ആണോ? ഉണ്ടായിരുന്നു, ഫോട്ടോ ഒക്കെ കണ്ടായിരുന്നു, കേക്ക് ഒക്കെ മുറിക്കുന്നത്. അപ്പം വെച്ചിട്ട് വീഴ്ത്തുകയാണ്. കല്ലുമാല ഇറങ്ങിയ സമയത്തുണ്ടായിരുന്നു പടം കണ്ടുകഴിഞ്ഞിറങ്ങുന്നത് മാസ്റ്ററിന്റെ ഓക്കിട്ടൊക്കെ കേൾക്കാൻ നമ്മളെല്ലാരും വെയിറ്റ് കാണും. സൂപ്പർ സൂപ്പർ സൂപ്പർ. ട്രെയിലർ ഫുൾ പവർ മറ്റേ ആക്ഷൻ ഹെവി സാധനം ഇന്ന് എനർജി വയലൻസ് ആൻഡ് ഓൾ ദാറ്റ് ഡയറക്റ്റ് ഇവനാണോ ഡയറക്റ്റ് ചെയ്തത്? അമേരിക്കയിലെ WWE സൂപ്പർ സ്റ്റാർസ് പോലെ ഇനി കേരളത്തിന് FFN സൂപ്പർ സ്റ്റാർസ് ആണ്. ദ ബോയ്സ് ഓഫ് ചത്തപ്പച്ച. വെൽക്കം ടു റേഡിയോ മാംഗോ. താങ്ക് യു. ആദ്യം തന്നെ ആസ് എ WWE ഫാൻ താങ്ക് യു ഫോർ ഡൂയിങ് ദിസ് മൂവി. കാരണം നമ്മുടെ ഈ സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് WWE തുടങ്ങുമ്പോൾ പറയുമല്ലോ, പ്ലീസ് ഡു നോട്ട് ട്രൈ ദിസ് അറ്റ് ഹോം. അത് ആ ഒരു ഡെഡിക്കേഷനിലായിരിക്കും നിങ്ങൾ സ്വാഭാവികമായിട്ടും ഈ ഒരു മൂവി ചെയ്തത്. അപ്പോൾ അത്രയും ഡെഡിക്കേഷൻ ഫോർ പുട്ടിങ് എ ബോഡി ഓൺ ലൈൻ. താങ്ക് യു സോ മച്ച് ഫോർ ഡൂയിങ് ദിസ് മൂവി. ഓക്കെ, ആദ്യം തന്നെ നമ്മുടെ പാട്ട് ഇറങ്ങി, ടീസർ ഇറങ്ങി, ട്രെയിലർ 2 മിനിറ്റിന്റെ ട്രെയിലർ ഇറങ്ങി. എല്ലാത്തിലും കെയോസ് ഉണ്ട്, കെമറാഡറി ഉണ്ട്, ഭയങ്കര ക്രേസി എനർജി ഉണ്ട്. എല്ലാത്തിലും ഭയങ്കര എന്താ പറയുക, അഡ്രിനാലിൻ റഷാണ്. അപ്പം 2 മിനിറ്റിലുള്ള ട്രെയിലറിൽ തന്നെ ആ ഒരു അഡ്രിനാലിൻ റഷ് കിട്ടുമ്പോൾ ഇനി സിനിമയിൽ ത്രൂ ഔട്ട് അഡ്രിനാലിൻ റഷ് പമ്പ് ചെയ്യാൻ വേണ്ടിയാണോ ഞങ്ങൾ റെഡിയായി നിൽക്കുന്നത്? റഷ് ത്രൂ ഔട്ട് ഉണ്ട്, പക്ഷെ പല ടൈപ്പിന്റെ റഷ് ഉണ്ട്. മീൻസ് ത്രൂ ഔട്ട് ഫുൾ 2 or 10 minutes ഫൈറ്റ് എന്നല്ല, പക്ഷെ പല ടൈപ്സ് അഡ്രിനലിൻ റഷ്. മീൻസ് ഇതിന്റെ ഒരു ഡ്രാമ, ഇതിന്റെ ഒരു ഫാമിലി സ്റ്റോറി, ഇതിന്റെ ഒരു കോമഡി, എല്ലാം ഒരു അഡ്രിനലിൻ റഷ് ആണ്. അതേപോലെ ആക്ഷനും. പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഇടിക്കാൻ തോന്നുമോ, റെസ്ലർ ആവാൻ തോന്നുമോ? മേ ബി മറ്റേ പണ്ട് നമ്മൾ WWE കണ്ടു കഴിഞ്ഞിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത പോലൊക്കെ. അതുകൊണ്ട് ഐ തിങ്ക് ദ പടം ഓൾസോ ഓപ്പൺസ് ദ വാർണിംഗ്. അതുകൊണ്ട് ഇതിനകത്ത് ഔട്ട് ഓഫ് എക്സ്പീരിയൻസ് നമുക്കൊക്കെ പറയാം, വീട്ടിൽ ചെയ്താൽ കുറച്ച് പണിപ്പാളും ചെയ്യാണ്ടിരിക്കുന്നതാണ് ബുദ്ധി. പണ്ട് നമുക്കിത് അറിയാത്തോണ്ട് നമ്മള് കണ്ണുപൂട്ടി ഇതൊക്കെ ഈ ചെയ്യുമായിരുന്നു. തല്ലുമാല ഇറങ്ങിയ സമയത്തുണ്ടായിരുന്നു പടം കണ്ടുകഴിഞ്ഞിറങ്ങുമ്പോ എവിടെയെങ്കിലും ഒരു തല്ലുണ്ടായിരുന്നു. അതുപോലെ മറ്റേ F1 കണ്ടിട്ട് ഇറങ്ങിയപ്പോ വണ്ടി ഓടിച്ച് സേഫ് ആയിട്ട് വീട്ടിലോട്ട് അപ്പൊ നിങ്ങളുടെ 4 പേരുടെയും ക്യാരക്ടേഴ്സ് ലോക്കോ ലോബോ, ലിറ്റില്, ചെറിയൻ, വെട്രി, എല്ലാം ഒരു ക്വർക്കി ക്യാരക്ടേഴ്സ് പോലെയാണ് നമുക്ക് കാണുന്നത്. എക്സെപ്റ്റ് ഫോർ അറ്റ്ലീസ്റ്റ് ഫ്രം ദ ട്രെയിലർ വെട്രി കുറച്ചുകൂടും റിയാലിറ്റി ബേസ്ഡ് ആയിട്ട് റോ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് തോന്നിക്കുന്നു. അപ്പം ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ഒരു സിംഗിൾ ലൈനിൽ പറയുകയാണെങ്കിൽ 4 പേരും. വെട്രി ഈസ് ബേസിക്കലി ഞങ്ങൾ 3 പേരും ബ്രദേഴ്സാണ്. സോ ഈസ് ദ എൽഡസ്റ്റ് ഔട്ട് ഓഫ് ഈ 3 ബ്രദേഴ്സ്. ആൻഡ് ഈ പറഞ്ഞതുപോലെ കുറച്ചും കൂടി ഇവരെക്കാട്ടിലും ഈ മറ്റേ WWE പരിപാടിയിലേക്ക് അത്ര അധികം സബ്സ്ക്രൈബ് ചെയ്യാതെ ചെറിയൊരു പുച്ഛം മോടൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു മച്ചാനാണ്. പുള്ളിയും കൂടി ഈ പ്ലാനിലേക്ക് എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ആവുന്നു എന്നൊക്കെ ഉള്ളതാണ് ഈ കഥയിൽ നടക്കുന്നത്. 4 പേരും മുന്നിലെ പോലെ അറിയാവുന്നവരൊക്കെ തന്നെ. ഞങ്ങൾ 3 പേരും ബ്രദേഴ്സാണ് മാത്രം. ചെറിയാണ് ഇവരൊക്കെ പണ്ട് തൊട്ട് പരിചയമുണ്ട്, പക്ഷേ നോട്ട് എക്സാക്ട്ലി ബെസ്റ്റ് ഫ്രണ്ട്സ്. ചെറിയ ബീഫ് ഉണ്ട് പണ്ട് തൊട്ടുള്ള, മറ്റേ ബീഫല്ല, മറ്റേ കുറേ ചെറിയൊരു ഒരു എന്താ പറയുക, ഒരു എന്തൊക്കെയോ തീർക്കാനുണ്ട് എന്നുള്ള ഒരു മൈൻഡുള്ളൊരു മനുഷ്യനാണ്. കുറച്ച് ഈഗോട്ടിസ്റ്റിക്കൽ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. കുറേ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. ഡാഡി ഇഷ്യൂസ് ഉള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ പുള്ളി ഈ ഒരു ഇവർ ഓർഗനൈസ് ചെയ്യുന്ന ഈ ഒരു റെസ്ലിംഗ് ക്ലബിലോട്ട് എങ്ങനെ എത്തുന്നു, അവരുടെ ഇൻവോൾവ്മെന്റ് എന്താണ് എന്നൊക്കെയാണ് സിനിമയിൽ. അതിലെ ഷെയ്ഡ്സ് ഭയങ്കര തീയാട്ടോ, ഭയങ്കര തീ. അതെവിടുന്ന കിട്ടുന്നത്? അത് ഞങ്ങളുടെ ഡിസൈനർ മെൽവി സെറ്റ് ചെയ്ത സാധനമായിരുന്നു. ഒരു അത് പടത്തിൽ വന്ന ഒരു പ്രോപ്പും കൂടി ആയി പടം കാണുമ്പോൾ. ഐ തിങ്ക് പീപ്പിൾ ഗെറ്റ് ദാറ്റ്. ഓക്കേ, അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ ലിറ്റിൽ എന്ന് പറയുന്ന ക്യാരക്ടർ, പുള്ളി ഒരു 24-25 ഇയേഴ്സ് ആണെങ്കിൽ പോലും പുള്ളിയുടെ ഒരു ഇന്നസെൻസും പുള്ളിയുടെ ഒരു കുട്ടിത്തരം എപ്പോഴും ഉണ്ടാവും ഈ ഒരു ക്യാരക്ടർ. പുള്ളി ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്ന പുള്ളിയുടെ ബ്രദേഴ്സും, പുള്ളി വളർന്ന് കണ്ട WWE കാട്ടഗുസ്തി. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ലൈഫ് ഓഫ് ദി ഗാങ്, അങ്ങനത്തെ ഒരു സാധനം. യങ്ങസ്റ്റ് ആയിരിക്കും അല്ലേ? അതാ എല്ലാം ചാടിക്കേറി പറയുന്നത് ലിറ്റിൽ. പുറത്തും പിന്നെ റിങ്ങിലും എയറിലാണ്. അപ്പൊ ആക്ച്വലി ക്യാരക്ടറിന്റെ പേര് സാവിയോ എന്നാണ്. റിങ്ങിൽ കയറുമ്പോഴാണ് ലോക്കോ ലോബോ എന്നുള്ളത്. റിംഗ് നെയിം ലോക്കോ ലോബോ. അപ്പൊ അത് ഒരു മട്ടാഞ്ചേരിക്കാരൻ, ഒരു ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് ജോലി, വീട്, കുട്ടി, വെട്രിയുടെ കുട്ടിയാണ്. അപ്പൊ ആ ഒരു ലോകത്ത് ജീവിക്കുന്ന, ആ കുട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു WWE പറയും ഫേസ് ഓർ ഹീൽ എന്ന്. നിങ്ങൾ 3 ഫേസ് ഹീലാണോ? ഹീലാവാം, ആവാതിരിക്കാം. അതെ, ആയിക്കോട്ടെ. നമ്മുടെ പെർസ്പെക്ടീവ്, ഒരു ക്യാരക്ടറിന്റെ പെർസ്പെക്ടീവ് നമ്മളെല്ലാരും ഫേസസ് ആണ്. ചെറിയ പെർസ്പെക്ടീവ് പുള്ളി ഒരു ഫേസ് ആണ്. ഹീൽ ടേൺ ഉണ്ടല്ലോ, മാറാൻ ചാൻസ്.
to അതും പടത്തിൽ തന്നെ 22-ാം തീയതി നമ്മൾ ആക്ടിങ് ആണ്, നിങ്ങളൊക്കെ ആക്ടേഴ്സ് ആണ്, പക്ഷെ എന്നാലും ചില അടി വീഴുമ്പോൾ അമ്മേ എന്ന് വിളിച്ച് പോകത്തില്ലേ? നമ്മുടെ ആ ഒരു തിൻ ലൈൻ ചിലപ്പം ക്രോസ് ചെയ്തു എന്ന് വരത്തില്ലേ? അങ്ങനത്തെ സിറ്റുവേഷൻസ് പടങ്ങളിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ എന്താ കട്ട് വിളിക്കോ? പൈലറ്റ് എടുത്ത് കേട്ടാ അറിയാൻ പറ്റും. സ്പോട്ട് ഡബ് ഉണ്ടാവില്ല, എടുത്താ എത്ര അമ്മ ഉണ്ട് എത്ര അയ്യോ ഉണ്ട് എന്നൊക്കെ ജഡ്ജായിട്ട്. പക്ഷേ ഈ പടത്തിൽ അതൊക്കെ ഓക്കെയാണ്, കാരണം നമ്മൾ ആക്ച്വലി ക്യാരക്ടേഴ്സ് അറിഞ്ഞിട്ട് തന്നെയാണ് ഇറങ്ങണ ഈ പരിപാടി. എന്തായാലും ഇടി കിട്ടൂന്ന് അറിയാം. പക്ഷെ അവിടെ അപ്പൊ കട്ട് വിളിക്കാറില്ല. കട്ട് അവര് വിളിച്ചതിന് ശേഷം അപ്പൊ തന്നെ നമ്മൾ ഓക്കെ ഓക്കെ സോറി തരും. പല ഈ ലോങ് ഫൈറ്റ് കട്ട് കഴിഞ്ഞാൽ നേരെ തിരിച്ചു പോയി കെട്ടിപ്പിടിക്കലാണ്. വേറെ സീൻ ഉണ്ടായി, ഇടക്കിടക്ക് ഇടി വരുമ്പോ ഇടക്ക് സോറി പറയും. നമ്മള് എല്ലാം കേട്ട് ഒരുമിച്ചൊരു സോറി ആരാ പറയുന്നേ? അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. മാസ്റ്റർ പറയോ? നമ്മള് പറയണം സോറി അവിടെ പ്ലീസ്. മാസ്റ്ററിന്റെ ഓക്കെ ടേക്ക് കഴിക്കാൻ നമ്മളെല്ലാരും വെയിറ്റിംഗ് ആണ്. സൂപ്പർ 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 വൺ മോർ. ഹാർട്ട് ബ്രേക്ക് സൂപ്പർ 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 കേൾക്കുമ്പോൾ നമ്മൾ ഓക്കെ റെഡി നെക്സ്റ്റ് വൺ മോർ. അടിപൊളി. അപ്പം കലൈ മാസ്റ്ററിനെ കുറിച്ച് പറയാം. മാർക്കോയില് സ്റ്റെയർ കേസിൽ ആ കുഞ്ഞ് ഇടുങ്ങിയ സ്പേസിൽ തന്നെ ഭയങ്കര ആക്ഷൻ കോരിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു വികസിച്ച ഒരു റിങ് കിട്ടുമ്പം അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ ഒരു അപ്ഗ്രേഡും വരുമില്ലേ? അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ആക്ഷൻ സീക്വൻസിൽ നിങ്ങൾ ആസ് ആക്ടേഴ്സ് വർക്ക് ചെയ്തപ്പോൾ? അടിപൊളിയായിരുന്നു, കാരണം ആക്ച്വലി മാസ്റ്ററിന്റെ പ്രോസസ്സ് കുറച്ച് ഡിഫറെന്റ് ആണ്. നമ്മൾ നേരത്തെ ഒരു ഷൂട്ട് ചെയ്യണതിന്റെ ഒരു 3 days മുമ്പ് നമ്മൾ കോറിയോഗ്രാഫി വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയിരുന്നു. പക്ഷെ മാസ്റ്റർ ആ ലൊക്കേഷൻ കണ്ടിട്ട് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാം കണ്ടിട്ടാണ് മാസ്റ്ററിന്റെ കോറിയോഗ്രാഫി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു 3 days ബാക്ക് നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് മൂവ്സ് പഠിച്ചു. പക്ഷെ അവിടെ പോയാല് നമുക്ക് മൂവ്സ് ശരിക്കും എന്താ സംഭവിക്കാൻ പോണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആക്ച്വലി നമുക്ക് ടെൻഷനുള്ള ആക്ടേഴ്സ് ആയിട്ട് ഓക്കെ ഒന്നും പഠിക്കാതെ ഒന്നും അറിയാത്ത ആ ലൊക്കേഷനിൽ പോവാം. പക്ഷെ അവിടെ എത്തുമ്പോൾ മാസ്റ്റർ ഓണാവും. പുള്ളി തന്നെ ഒരു ക്യാരക്ടറാണ്. പുള്ളിയുടെ ഒരു റീസെർച്ച് ഉണ്ട്. പുള്ളിയെ നേരം WWE മൂവ്സ് കണ്ട് പിന്നെ അതിന് നമ്മുടെ ക്യാരക്ടേഴ്സ് അനുസരിച്ച് ഓരോ ആളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ പിടിച്ച്, അപ്പോൾ ഇറ്റ്സ് എ ഗ്രേറ്റ് ഗിവ് ആൻഡ് ടേക്ക്. പിന്നെ പുള്ളിയും കൊളാബറേറ്റ് ചെയ്യാൻ റെഡിയാണ്. ഞാൻ തന്നെ പറഞ്ഞിട്ട് മാസ്റ്റർ എനിക്കൊരു സ്വീറ്റ് മ്യൂസിക് ചെയ്ത അടിപൊളിയായിരിക്കും, അത് അതിന്റെ ഒരു ഫിനിഷർ ആകാൻ. അതൊക്കെ എല്ലാവർക്കും വേറെ വേറെ സിഗ്നേച്ചേഴ്സും ഫിനിഷേഴ്സ് ഒക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞു വെച്ചോ ഇതെനിക്ക് വേണം, ഞാൻ ഇത് എടുക്കുവാന്ന്? ഈ സാധനം ഞാൻ പറഞ്ഞു. പക്ഷെ പുള്ളി എല്ലാവർക്കും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഫൈറ്റിംഗ് സ്റ്റൈൽസ് കൊടുത്തു. ഇപ്പോൾ ഇഷാനുള്ള ഒരു സ്റ്റൈൽ അല്ല എൻ്റെ സ്റ്റൈൽ, റോഷന്റെ സ്റ്റൈൽ വേറെ. കാരണം ആ ക്യാരക്ടർ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും, ഫിസിക്കലി എക്സ്പ്രസ് ചെയ്യുന്നുള്ള കാര്യത്തിനെ കുറിച്ച് പുള്ളിക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. ഈ ഫൈറ്റ്സ് എക്സിബിഷൻസ് ആണ്, ഷോസ് ആണ്. പക്ഷെ എന്നാൽ ഈവൻ ഇൻ റിയൽ WWE അവർ ഫൈറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിത്ത് ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ വിത്ത് ഒരു നോട്ടത്തിൽ അവരിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അടുത്ത ഇതാണ് വരാൻ പോകുന്ന സാധനം. അപ്പൊ അങ്ങനത്തെ ആ ഒരു എലമെന്റ് ഓഫ് റിയലിസമും കൊണ്ടുവന്നിട്ടുണ്ട്. ഇടയ്ക്ക് പറയുന്നുണ്ടല്ലോ കോസ്റ്റ്യൂം ഗുസ്തി എന്ന്. അപ്പം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരാളുടെയും കോസ്റ്റ്യൂംസും. അപ്പം ഈ രണ്ട് ആസ്പെക്ട് ഇൻ ദിസ് മൂവി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഈ രണ്ട് കാര്യങ്ങളും സത്യം പറഞ്ഞാൽ ഇറ്റ് ഷുഡന്റ് ബി ഫോർ ഷോ. ഇത് രണ്ടും ആ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആ പ്ലോട്ട് അല്ലെങ്കിൽ ആ സ്റ്റോറിനെ ഇൻഫോം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അല്ലേ? അപ്പോൾ കോസ്റ്റ്യൂമിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്ത് സുനിലേട്ടനാണ്. സുനിലേട്ടൻ്റെ ഒരു ബ്രീഫ് വാസ് ടു സെറ്റപ്പ് ഒരു റെസ്ലിംഗ് റിംഗ്. പക്ഷേ ഇവരൊക്കെ, അതായത് ഈ റെസ്ലിംഗ് സെറ്റപ്പ് ചെയ്യുന്ന ആൾക്കാർ കോടീശ്വരന്മാരല്ല. അവരവിടെ നിന്ന് മറ്റേ ഈ ആക്രിക്കടയിൽ നിന്നും അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഇലക്ട്രിക് കടയിൽ നിന്നൊക്കെ പോയി മേടിക്കുന്ന കാര്യങ്ങൾ വെച്ചാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊരു ആസ് ദ സ്റ്റോറി പ്രോഗ്രസസ് ഒരു എവല്യൂഷൻ ഉണ്ട്. ആ റിംഗ് തന്നെ പതുക്കെ ലാസ്റ്റ് ഫൈറ്റിലെ റിംഗ് അല്ല ഫസ്റ്റ് ഫൈറ്റിലെ റിംഗ്. അപ്പോൾ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ സ്റ്റോറി ടെൽ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. റിംഗും കഥ പറയുന്നുണ്ട്. കോസ്റ്റ്യൂംസ് നമ്മുടെ ഓരോരുത്തർക്കും ഓരോ കോസ്റ്റ്യൂംസ് അല്ലേ? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മൂവ്സ് ഒരാൾക്ക് ഉള്ളതുപോലെ ഈ കോസ്റ്റ്യൂംസ് എങ്ങനെയാണ് ഈ ക്യാരക്ടറിന് ഈ കോസ്റ്റ്യൂം ആ ഒരു രീതിയിൽ ഡിസൈഡ് ചെയ്തത്? ആദ്യം പുച്ഛിക്കുന്ന ഒരാളാണ് ഇത് സ്ക്രിപ്റ്റിലെ ഒരു എലമെന്റും കൂടിയാണ്. എങ്ങനെ ഇപ്പൊ വെട്രി എന്ന് പറയുന്ന ക്യാരക്ടർ കോസ്റ്റ്യൂമിലേക്ക് ഇവരെങ്ങനെ എത്തി. ഇപ്പൊ സ്വാഭാവികമായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ല ഇന്നൊരു മൂവ് ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞില്ല. സോ ദീസ് ആർ ഓൾ ഗൈസ് ആർ എക്സൈറ്റഡ്. ഈവൻ ദ സ്റ്റോറി ദീസ് ആർ ഗൈസ് ആർ എക്സൈറ്റഡ് അബൌട്ട് ദ ഫൈറ്റ്. ഇവൻ ആ താല്പര്യത്തിൽ വരുന്ന ആളൊന്നും അല്ല. അപ്പോൾ ഈ ഡിഫറെന്റ് ഇവന്റെ കോസ്റ്റ്യൂം എന്താണെന്ന് തീരുമാനിക്കുന്നത് ഇവര് തന്നെയാണ്. ഹി ഡസന്റ് റിയലി ഹാവ് എ സേ. പക്ഷേ എങ്കിലും ആ ക്യാരക്ടർ ഇതിൽ റിഫ്ലക്റ്റ് ആവണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഐ തിങ്ക് മെൽവി ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര വാക്കി ഐഡിയാസ് ഉള്ളൊരു മച്ചാനാണ് മെൽവി. ആൻഡ് ലൈക്ക് ഇറ്റ്സ് സോ ഗുഡ് ടു വർക്ക് വിത്ത് ഹിം ഓൾസോ. കാരണം നമുക്ക് നമ്മുടെ ക്യാരക്ടറിനെ പറ്റിയിട്ട് കുറച്ച് മറ്റേ ഒരു ഗ്രേ ഏരിയ എവിടെയെങ്കിലും അല്ലെങ്കിൽ കുറച്ച് അൺഷുവർ ആയിട്ടുള്ള ഏരിയ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിലും മെൽവി തരുന്ന കോസ്റ്റ്യൂം ഒന്ന് ചിലപ്പോൾ അത് സെറ്റായി കിട്ടും മനസ്സിൽ. പിന്നെ ഇത് ഫങ്ഷണലും കൂടെയാണ്. നമുക്ക് ഈ മൂവ്സും ഫൈറ്റും ഒക്കെ ഒരു പരിധി വരെ കംഫർട്ടബിളി ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ ഡിസൈൻ്റെ ആൾക്കാരും മെൽവിയുടെ ടീമും ഒക്കെ കോൺസ്റ്റൻ്റ്ലി ഒരു ശരാശരി സിനിമയിൽ വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും ഓരോ ടേക്കിലും അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത്രയും ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് എല്ലാവരുടെയും ഉണ്ടെങ്കിൽ ഈ സാധനം പ്രോപ്പറായിട്ടൊരു രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ.
അങ്ങനെ ഐ തോട്ട് മെൽവി വാസ് ദ പെർഫെക്റ്റ് ചോയ്സ്. എനിക്ക് തോന്നുന്നു കലാമാസ്റ്ററിനെ പോലെ എനിക്ക് തോന്നുന്നു മെൽവിയുടെയും ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ്. കാരണം മെൽവിനെ ഇവക്ക് വട്ടൊന്നും എല്ലായിടത്തും മെൽവിയുടെ യൂഷ്വൽ കോസ്റ്റ്യൂംസും കുറച്ചുകൂടെ ഫ്ലാംബോയന്റും എക്സ്ട്രാവിഗന്റ് ആണ്. അപ്പൊ പുള്ളിക്കും ഒരു ഷോ കേസിനുള്ള ഒരു പ്രോജക്റ്റ് ആണിത്. പിന്നെ WWE ഒരു വെസ്റ്റേൺ കോൺസെപ്റ്റ് ആയതുകൊണ്ട് പുള്ളിക്ക് എങ്ങനെ ഇത് ലോക്കലൈസ് ചെയ്യാൻ പറ്റുന്ന കുറെ റീസെർച്ച് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ റോഷന്റെ കോസ്റ്റ്യൂം ശരിക്കും നോട്ടീസ് ചെയ്ത കുറച്ച് പറയാല്ലേ ട്രെയിലറിലുള്ളതാണ്. ഒരു കുറച്ച് തെയ്യത്തിന്റെ കുറച്ച് എലിമെന്റ്സും കാര്യങ്ങളുണ്ട്. എന്റെ ജെഫ് ഹാർഡി റെഫറൻസ് ആണ് എന്റേത്. പക്ഷെ പുള്ളി പക്ഷെ ഒരു ചൈനീസ് ഫിഷിംഗ് ചീനോലയുടെ കുറച്ച് എലിമെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എന്റെ സ്ലീവ്സിലും കാര്യങ്ങളൊക്കെ. പുള്ളി ഈ രണ്ട് വേർഡ്സ് ബ്ലെൻഡ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. നമ്മുടെ എന്താ അപ്പൊ നമ്മുടെ തൃശ്ശൂർ പൂരം ശരിക്കും അതെന്താ മട്ടാഞ്ചേരി നേരെ തൃശ്ശൂർ പോയത് പിടിക്കാൻ? അല്ല, കുറെ ഏരിയ ഉണ്ടല്ലോ കേരളത്തിൽ മൊത്തം. ഇൻക്ലൂസീവ് ആയി. അടിപൊളി അടിപൊളി. ഇനി നമുക്ക് മ്യൂസിക്കിലേക്ക് വരാം. ദി ഐക്കോണിക് ശങ്കർ എഹ്സാൻ ലോയ് അവര് മലയാളത്തിലേക്ക് ആദ്യമായിട്ട് വരികയാണ്. അൺറിയൽ സത്യം പറഞ്ഞു. ഇന്നാള് ഓഡിയോ ലോഞ്ചിന് അന്ന് നമ്മൾ മീറ്റ് ചെയ്തപ്പോൾ ലിറ്ററലി അവരുടെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ എന്നെ മനസ്സിലാച്ച എന്താ ഇസ് ദാറ്റ് നമ്മൾ വളർന്നു വന്നപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്. ഇപ്പോൾ ഡോൺ, ദിൽഷാത്തായ്, ഹംനി, താരി സമീൻ, എന്തോരം പടങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ പടത്തിന് വേണ്ടി അവർ മ്യൂസിക് ചെയ്യുന്നു, നമ്മുടെ കൂടെ അവർ ഹാൻഡ് ഷേക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ഹ്യൂജ് ഫോർ ഓൾ ഓഫ് us. അപ്പം വേർഡ് അബൌട്ട് നമ്മുടെ ഡയറക്ടർ. He's extremely passionate about cinema. WWE-നേക്കാൾ പുള്ളി ഫാനാണ്, കണ്ടതാണ്. പക്ഷെ ഒരു കട്ട ഫാൻ ഒന്നുമില്ല. ബട്ട് ഹീസ് എക്സ്ട്രീംലി പാഷനേറ്റ് അബൌട്ട് ഹിസ് വർക്ക്, അബൌട്ട് ഹിസ് മൂവി. വെരി പ്ലാൻഡ്, വെരി ഓർഗനൈസ്ഡ്, ഹി വാണ്ട്സ് ടു ഹാവ് സ്ട്രക്ചർ. പക്ഷെ ഷൂട്ടിലോട്ട് വന്നിട്ട് പിന്നെ ഓഫ്കോഴ്സ് സ്വാഭാവികമായിട്ട് തിങ്സ് ഗോ ദെയർ ഓൺ വേ ആൻഡ് വി ഫോളോ ഇൻസ്റ്റിങ്സ് എ ലിറ്റിൽ മോർ. പക്ഷെ വെരി മ്യൂസിക്കൽ ഡ്രിവൻ ഡയറക്ടോറിയൽ സ്റ്റൈലാണ് അദ്ദേഹത്തിനുള്ളത്. അവൻ്റെ ഒരു തിങ്കിങ് പ്രോസസ്സും കുറച്ച് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വെരി ക്ലിയർ അബൌട്ട് എന്താണ് വേണ്ടത് എന്നാൽ വളരെ നൈസായിട്ട് നമ്മുടെ അടുത്ത് വന്ന് തൊപ്പിയെടുക്കാനും അറിയാവുന്ന ഒരു ഡയറക്ടറാണ്. ഭയങ്കര ജെന്റിലായിട്ടാണ് എല്ലാവരെയും ഹാൻഡിൽ ചെയ്യുന്നത്. ആൻഡ് ഹീസ് വെരി ഗുഡ് വിത്ത് പീപ്പിൾ മാനേജ്മെന്റ്. ഇതിൻ്റെ ഒരു വലിയ ഭാഗമാണ്. ഹീസ് വെരി ഗുഡ് വിത്ത് ദാറ്റ്. നമ്മൾ എത്രയൊക്കെ പുഷ് ചെയ്താലും അല്ലെങ്കിൽ എത്ര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായാലും യു വോണ്ട് സീ അദ്വൈത് ലൂസ് സ്കൂൾ ഒച്ചയെടുത്ത് ബഹളം ഉണ്ടാക്കി അങ്ങനത്തെ പരിപാടിയിലേക്ക് പോകില്ല. എല്ലാവരെയും ഹി ട്രീറ്റ്സ് വിത്ത് ലൈക്ക് എ ലോട്ട് ഓഫ് റെസ്പെക്ട്. പക്ഷേ ഈ പുള്ളിക്കുള്ള ക്ലാരിറ്റി വെച്ച് ഹി വിൽ ഗെറ്റ് എക്സാക്ട്ലി വാട്ട് ഹി വാണ്ട്സ് ഓൾസോ. അത് ഭയങ്കര രസമുള്ളൊരു ബാലൻസ് ആയിട്ട് തോന്നി. ഇവൻ എന്ത് വന്ന് ചോദിച്ചാലും നമ്മളൊരു പരിപാടി ചെയ്തിട്ട് അവന് വേണ്ട രീതിയാണ് അവൻ വന്ന് പറയുമ്പോൾ ചെയ്തു പോകുന്നത്. ആ രീതിക്കായിരിക്കും നമ്മൾ ചേട്ടാ പ്ലീസ് ചേട്ടാ ഒരു പാവം. അപ്പൊ ഭയങ്കര രസമുണ്ട്. അവന് ക്ലാരിറ്റി ഉണ്ട് അവൻ എന്താ വേണ്ടതെന്നുള്ളത്. അവന്റെ സിനിമ എങ്ങനെ ഇരിക്കണം എന്ന് അവൻ നന്നായിട്ട് അറിയാം. അപ്പൊ അത് നമ്മള് കൊടുത്തു പോകും. പക്ഷെ നാളെ ട്രെയിലർ ലോഞ്ചില്ലേ, ഐ വാസ് തിങ്കിങ് ട്രെയിലർ ഫുൾ പവർ, മറ്റേ ആക്ഷൻ ഹെവി സാധനം, പിന്നെ എനർജി ആൻഡ് വയലൻസ് ആൻഡ് ഓൾ ദാറ്റ്. ഈ പടത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയണം. ഇന്നലെ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരു പോസ്റ്ററും കൂടെ ഇട്ടു, പോസ്റ്ററല്ല ഫോട്ടോയും കൂടെ ഇട്ടു ഇൻസ്റ്റാഗ്രാമിൽ, വാൾട്ടറുടെ പിള്ളേര് തൊടുന്നോടാന്ന്. അപ്പം നിങ്ങൾ നാലുപേരും കൂടെ തന്നെയാണല്ലോ ഒരു റോഡിൽ ഇരിക്കുന്നത്. വാൾട്ടർ ആ ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല, പറയത്തുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ എന്നാലും മമ്മൂക്ക സെറ്റ്സിലുണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു, ഫോട്ടോ ഒക്കെ കണ്ടായിരുന്നു, കേക്കൊക്കെ മുറിക്കുന്നത്. അപ്പൊ ഇതുപോലത്തെ WWE ഇൻസ്പയർഡ് പടമാകുമ്പം എന്തെങ്കിലും അദ്ദേഹത്തിന്റെ WWEയോ WWFോ കഥകൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളോട്? ഇല്ല, മറ്റു കഥകളൊക്കെയാണ് ഷെയർ. ആണോ? റെസ്ലിംഗ് റിലേറ്റഡ് ആയിട്ട്, കാരണം എല്ലാത്തിലും നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരാളാണല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും ഇതും അറിയാവുന്ന ഒരാളായിരിക്കുമല്ലോ. അല്ലോ, എനിക്കറിയില്ല. അല്ല, നിങ്ങളോട് ആസ് എൻ ഫേവറേറ്റ് റെസ്ലർ ആരാന്ന് വല്ലതും അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നോ? അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഇതിന്റെ പടത്തിന്റെ എക്സിക്യൂഷൻ മുഴുവൻ നടത്തിയത് ജോർജ് ഏട്ടനും സുനിലേട്ടനൊക്കെയാണ്. കമ്പനിയുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. വെയ്ഫെയറാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ പുള്ളി സെറ്റിൽ വന്നതാണ്. അപ്പോൾ എന്നാ ഓക്കെ, വിട്ടു പറയത്തില്ല എന്ന് മനസ്സിലായി. എന്നാൽ നിങ്ങളുടെ WWE ഫേവറേറ്റ്സ്? ജോൺസീനയാണെന്നറിയാം. ജോൺസീന അണ്ടർടേക്കർ ആണല്ലേ? റോഷൻ റെയ്മിസ്റ്റീരിയോയുടെ പോയൊക്കെ പോയി. നിങ്ങളുടെ ഒക്കെ അപ്പൊ ഒരു ഫേവറേറ്റ് മെമ്മറി
ഫേവറേറ്റ് ഒരു മെമ്മറി എന്തായിരിക്കും ഒരു WWE ഈ ഒരു മൊമെന്റ് കണ്ടപ്പോഴത്തേനും നമ്മൾ WWE ഭയങ്കരമായിട്ട് മനസ്സിൽ നിൽക്കുന്ന ഒരു ഏതെങ്കിലും ഒരു മാച്ച് ആയിരിക്കാം, ഏതെങ്കിലും ഒരു മൊമെന്റ് ആയിരിക്കാം. എനിക്ക് പറഞ്ഞ പോലെ ഒരു റേമിസ്റ്റീരിയോ ബിഗ് ഷോ മാച്ച് ഓർമ്മയുണ്ട്, ഇഫ് ഐ എം നോട്ട് റോങ്. ആ ഒരു മറ്റേ അണ്ടർഡോഗ് ആംഗിളൊക്കെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത് ഭയങ്കര രോമാഞ്ചമായിരുന്നു അത്. ഈ മറ്റേ ചെറിയ സാധനം ഓടി പറന്ന് നടന്ന് മച്ചാൻ എവ്രിവെയർ, സോ ക്വിക്ക്. എനിക്ക് അപ്പം മുതൽ ഈ ചാട്ടം പരിപാടി, ബീങ് ലൈറ്റർ ദൻ എയർ, സ്മോൾ യെറ്റ് പവർഫുൾ, ക്വിക്ക്, അതൊക്കെ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ ക്വാളിറ്റീസ് ആണ്. എനിക്ക് ട്രിപ്പിൾ എച്ചും ഷോൺ മൈക്കിൾസും ഒരു സമയത്ത് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. എന്നിട്ട് അവർ തമ്മിലൊരു റിഫ്റ്റ്, എന്നിട്ട് ഷോൺ മൈക്കിൾസ് ബാക്ക് ബ്രേക്ക് ചെയ്യുമെന്ന് ചെയ്തു. എന്നിട്ട് ആഫ്റ്റർ എ ഇയർ ഇയാൾ തിരിച്ചു വന്നിട്ട് ട്രിപ്പിൾ എച്ചിനെ ബീറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ആ ആർക്കും ഭയങ്കര എൻജോയ്. ഒരു കൊല്ലം ചില്ല് ചെയ്യുമായിരുന്നു. ട്രിപ്പിൾ എച്ച് ഇവിടെ ഒരു സിംഗിൾ മെമ്മറി ആയിട്ട് എനിക്ക് ഒന്നും വരുന്നില്ല. പക്ഷെ എനിക്ക് ഫോർ എക്സാമ്പിൾ ഇന്ന് കാണുന്ന 10 സ്പോർട്സ് ടെലികാസ്റ്റ്, നാളെ നമ്മൾ ഞാനും ഷിഹാനിന്റെ ചേട്ടൻ പടത്തിന്റെ പ്രൊഡ്യൂസറും ബെഡിൽ പ്രാക്ടീസ് ചെയ്യുന്നു, ട്രൈ ചെയ്യുന്നു. അതായിരുന്നു എന്റെ കുട്ടിക്കാലത്തെ മെമ്മറീസ്. Do not try this at home. നമ്മള് ഏതായിരിക്കും ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ചെയ്ത ഒരു സിഗ്നേച്ചർ മൂവ്? സ്പിയർ, ചോക്ക് സ്ലാം, ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ്. ജോൺസിനെ ഫാനായുണ്ട്. എല്ലാ മൂവ്സ് കിട്ടുന്നത് ഞാനാണ് എല്ലാം ചെയ്യുന്നത്. കാരണം പുള്ളിയാണ് മൂത്തത്. അതുകൊണ്ട് സ്ഥാനൊക്കെ അർജുൻ ചേട്ടൻ്റെ എന്തായാലും എനിക്ക് ആക്ച്വലി മെമ്മറി, നമ്മളിപ്പോഴും സ്കൂളിൽ പോകുമ്പോൾ കാർഡ്സ് കളിക്കൂലേ ഫ്രണ്ട്സ് ആയിട്ട്, അതാണ് ഏറ്റവും കൂടുതൽ എന്റെ മെമ്മറിയിൽ കൂടുതൽ മാച്ചസിനെക്കാട്ടും കൂടുതൽ. പിന്നെ നമ്മുടെ അണ്ടർടേക്കർ തിരിച്ചു തന്നെ കുഴിച്ചിട്ട് ഡെഡ് വാക്കിംഗ്, എപ്പോ എണീക്കും കുഴിച്ചിട്ട് അപ്പം സങ്കട തിരിച്ചൊന്നും അറിയില്ല. പക്ഷെ വന്നു കഴിയുമ്പോ അത് ഡിസ്കസ് ചെയ്യല്ല. എപ്പോഴും സ്കൂൾ ബസ്സിലാണ് ഈ പരിപാടികൾ കൂടുതലും ഡിസ്കഷൻ നടക്കണേ. അടുത്ത മാച്ചിന് തിരിച്ചു വരൂടാ, ഇല്ലടാ കുഴിച്ചിട്ടാ. എഡി ഗറേറോയുടെ കാർ എൻട്രിയും ഓർമ്മയുണ്ട്. ബ്രോഡ് അടുത്തപ്പോൾ ഈ പടത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ദാറ്റ് എക്സൈറ്റ്മെന്റ് ഇൻ യുവർ ഐസ്, ആ ഒരു ചൈൽഡിഷ് സാധനം പുറത്തു വരുന്ന ഒരു സാധനം ഞങ്ങളെല്ലാവരും നോട്ടീസ് ചെയ്തു. ആൻഡ് ദാറ്റ്സ് ദ തിങ് ദാറ്റ് വി ബീൻ ഗെറ്റിംഗ് ഫ്രം ഇന്റർവ്യൂ ചെയ്ത എല്ലാവരും. ഈ പടത്തിനെ കുറിച്ച് ആൾക്കാർ നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ അവരുടെ ഉള്ളിലുള്ള ആ ഒരു ചൈൽഡിഷ് സാധനം ഉണ്ടല്ലോ, ആ ഒരു നൊസ്റ്റാൾജി ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് കേറ്റർ ചെയ്യുന്ന ഒരു സബ്ജക്ട് മാറ്ററാണ്. സോ ഐ തിങ്ക് ഫാൻസിന് വേണ്ടി മാത്രമല്ല, ബട്ട് ഈവൻ ഫോർ ന്യൂ ഓഡിയൻസ്. ഇപ്പോൾ ഇന്നത്തെ പിള്ളേരൊന്നും നമ്മളത്രയും ഐ ഡോണ്ട് തിങ്ക് ദേ ഫോളോ ഇറ്റ്. പക്ഷേ ഈ പടത്തിൽ അവർക്കും ഒരു ഇൻ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ദിസ് ഇസ് ദ വേൾഡ് ഓഫ് റെസ്ലിംഗ്, ഇങ്ങനെയാണ് എന്നുള്ളൊരു സാധനം പ്രോബബ്ലി അവർക്കും അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നും. സോ ലൈക്ക് റോഷൻ സെഡ്, വളരെ റൂട്ടഡ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സാധനം, പക്ഷെ വളരെ റൂട്ടഡ് ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. അർജുൻ ചേട്ടനോട് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പം ഈ പടത്തിൽ ശങ്കർ എഹ്സാൻ SCL വരുന്നു, ഇതിന് മുമ്പ് നമ്മുടെ മൂൺ വർക്ക് വരുന്നു, ARRന്റെ കൂടെ വർക്ക് ചെയ്യുന്നു. അപ്പം ബാക്ക് ടു ബാക്ക് ലെജൻഡറി കമ്പോസേഴ്സ്, മ്യൂസീഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് അവസരം കിട്ടുന്നത് എന്തോ ഭാഗ്യം മച്ചാനെ, എന്തോ ഭാഗ്യം. അതാണ്. അല്ല, അവരോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ മറ്റേ ലോഞ്ചിന്റെ സമയത്തും അവരുടെ കൂടെ മറ്റേ സീന ബ്രോ, മറ്റേ ഇത് സത്യമാണോ റിയൽ, അടച്ചില്ല കാണാ, ഇങ്ങനെ നോക്കിയിരിക്കുന്നു കുറച്ചേരം. ആദ്യമായിട്ടല്ല നമ്മൾക്ക് മീറ്റ് ചെയ്യണതും കാണുന്നതൊക്കെ. അപ്പൊ എനിക്കൊരു ഹഗ് മിസ്സായി. റഹ്മാൻ സാറിനെ കണ്ടപ്പോ ഞാൻ ഹഗ് ചെയ്തില്ല, പേടിച്ചിട്ടാ. ഷൈക്കാന്റെ കൊടുത്ത് വിട്ട്. ഈ പ്രാവശ്യം ശങ്കർ സാറൊക്കെ വന്നപ്പോ ഞാൻ ഡയറക്റ്റ് ഓടിപ്പോയി. പറയാൻ പറ്റും. അത് ഇതൊക്കെ ഒരു ഭാഗ്യമായിട്ട്. താങ്ക് യു. ഇനി വേറെ കണ്ടില്ല, ഇവന്റെ അടുത്തല്ല, മേളിലേക്ക് ഞാനും ഏറ്റെടുത്തു. വെൽക്കം ഒക്കെ പറഞ്ഞു. എനിക്ക് ഇത്രയൊക്കെ പറ്റും.